സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരില്ല ഇനി വരികില്ല യാത്രക്കാരാ മുന്നിലതാനി കവറിടമല്ലേ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ, നിന്റെ മഹനീയമായ സ്ത്രീത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെ ആൾക്കാരെന്തോരം വന്നു ഓണെന്നറിയോ? നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ കർത്താവേ. എന്റെ ചടങ്ങൊക്കെ എപ്പോഴാ? ചടങ്ങിപ്പം 3 ദിവസം കഴിയും. അവൻ വരണ്ടേ? ഇറ്റലിയിൽ നിന്ന് മറ്റേ ജോർജ് കുട്ടി വരണ്ടേ? എന്നൊരു അവൻ ഇന്നൊന്നും വരില്ല, 3 ദിവസം കഴിയും. അതെ, പൈസ ഒന്നും വേണ്ടേട്ടാ. പൈസ അല്ല, അച്ഛൻ ചായക്കടയിൽ കുറച്ച് പറ്റുണ്ടാവും, അതിന്റെ കണക്കാ. ഒന്ന് ക്ലിയർ ചെയ്തേക്കണം കേട്ടോ. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ കെട്ടിറങ്ങും നോക്കിയാൽ നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ രണ്ടു ദിവസം പട്ടീനെ അഴിച്ചുകൂടെ? എന്നാന്നറിയോ? പെശിന്ന് കിടന്ന് കരയോ? ആ പട്ടിയല്ല, ഈ അളിയൻ പട്ടിയാണ്. അളിയൻ ആൾക്കാരൊന്നും മണ്ണ ഞാനും കിടന്നു. ഒന്നും മിണ്ടായിരിക്കാൻ പറയണേ. ഞങ്ങളുടെ ചാച്ചൻ മരിച്ചു കിടക്കാൻ നിങ്ങൾ പ്ലെയിൻ കിസ് കൊടുക്കണോ? എടി നീക്ക് എന്നടി മിണ്ടായിരിക്കാൻ പറഞ്ഞു. ഒന്ന് നാണം കിടത്തായിരുന്നോ? ഹലോ, അതിപ്പോ എന്നാന്നുള്ളത് ഇപ്പം 2 ദിവസം കഴിഞ്ഞല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾ ചേട്ടായിക്ക് അറിയാമോ? ഹലോ, അത് പ്രശ്നം എന്താണെന്ന് വെച്ചാലേ ചാച്ചനും പള്ളിക്കാരും തമ്മിൽ പ്രശ്നമായിരുന്നല്ലോ. അപ്പോൾ പള്ളി കുറേ കുടിശ്ശികയുണ്ട്, ഒരു 2.25 ലക്ഷം രൂപ. അതിപ്പോൾ കൊടുക്കാതെ അടക്കാൻ പറ്റിയാലെന്നാണ് പള്ളിക്കാർ പറയുന്നത്. അപ്പോൾ നമ്മുടെ പൈസ ഇല്ല. അപ്പോൾ എല്ലാവരും കൂടെ തട്ടിക്കൂട്ടിയിട്ട് അത്രയും രൂപ വെക്കുകയില്ല. ഇറ്റലിയിൽ നിന്ന് ജോർജ് കുട്ടി വരാതെ നടക്കുകയില്ല. അത് 4 ദിവസം അവൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നടക്കും. ഓക്കെ, ഞാൻ വലിയ കൊടുക്കാം. എന്നാ പറഞ്ഞേ? അല്ല പറയുന്നത് അത് സമ്മതിക്കില്ലല്ലോ. എന്നാ
അളിയനൊക്കെ ഉണ്ട്. അളിയൻ ഭയങ്കര വെള്ളം അടിച്ച് ചുമ്മാ നാണം കെടുത്തുവാന്ന്. ഇപ്പൊ അളിയൻ ഇപ്പൊ സംസാരിച്ച് ഞാൻ നടക്കുകയല്ല. എന്നടി നാണം കെടുത്താൻ ഇങ്ങനെ എഴുന്നേറ്റ് കളിക്കാൻ ആൾക്കാർ പറഞ്ഞ അളിയ ഞാൻ വിളിക്കാൻ കൊടുക്കും. ഇവിടെ നിന്നോടെ നാണം കെടുത്താൻ വേണ്ടി കിടന്ന് കാണിക്കണുണ്ടോ നീ? എന്റെ അപ്പച്ചനാ ഈ ചായ കിടക്കുന്ന ഈ ചായ ഇങ്ങ് വാ എന്റെ പൊന്നി ചായ ഒന്നോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ അച്ഛനോടൊന്ന് സംസാരിക്കാറുണ്ട്. അവരുടെ ആരെങ്കിലും സംസാരിച്ചെങ്കിലേ കാര്യങ്ങൾ എങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് എത്തായിരുന്നു. അതെ കരയതാ പിള്ളേർക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ നോക്ക്. എന്റെ പൊന്നി ചായ അതുങ്ങളൊക്കെ വലിയ പിള്ളേർ എവിടെങ്കിലും ഒക്കെ പോയി കൊത്തിപ്പെറുക്കി തിന്നോളൂ. കുത്തിപ്പറക്കാൻ പിള്ളേരെന്നെ കോഴിക്കുഞ്ഞുങ്ങളാണോ? ശരി ഒന്നുമില്ല 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 ഒന്നുമില്ല. അളിയ ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും പെണ്ണുങ്ങളെ വളർത്തുമ്പോഴല്ല തല്ലിയും കൊട്ടിയും വളർത്തണം. പള്ളിക്കാരക്കാരാണുങ്ങളെ തല്ലുകൊള്ളണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും അതൊന്നും പറഞ്ഞില്ല. ചാത്തനും പരിശുദ്ധാത്മാവും അമ്മായി ചാച്ചൻ ചത്തെന്നുള്ള സത്യം തന്നെ ഇനി എഴുന്നേക്കൂല. എന്റെ അപ്പനെ വരച്ച സഹിക്കാൻ പറ്റാഞ്ഞിട്ടായി ചായ. ഇത്രയും പെണ്ണുങ്ങൾ സഹിക്കണ്ടല്ലോ. പെണ്ണ് നിനക്ക് സഹിച്ചാലോ? അതെ അമ്മായി എപ്പോ പോന്നു? എന്റെ മക്കളെ ആ ചോറ് ചുട്ടി വിളിച്ചിട്ട് ഞങ്ങൾക്ക് വിളിന്ന് കൃഷ്ണാവട്ടി കയറി അവിടെ ചായ കുടിച്ചോട്ടി കേട്ടോ ഓട്ടോ ഇത് ചാച്ചന്റെ പെങ്ങളാണോ അതോ കാലകേന്റെ പെങ്ങളാണോ? അല്ല വർത്താനം കേട്ടില്ലേ? ഒന്നും മിണ്ടാനറിയാ. മക്കളെ ഞാനും കൂടെ വരുന്നുണ്ട്. ഞാനും വരുന്നേ. ഈ ആങ്ങളാടെ കൂടെ പെങ്ങളെയും പറഞ്ഞു കൊടുക്കും. പോട്ടെ ഞങ്ങൾ പോട്ടെ. അമ്മായി അല്ലേ മിണ്ടായി. അളി അമ്മായി വെള്ളം അടിച്ചെന്ന് അറിഞ്ഞു ഇരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞത് അച്ഛൻ ഓർമ്മയുണ്ടോ? വലത് കാലം വെച്ച് കയറിയപ്പോ ഞാനാണ് ഈ വീടിന്റെ വിളക്കെന്ന ചാച്ചന്റെ കിടപ്പ് കണ്ടോ? ഞാൻ വന്ന് കയറിയപ്പോഴും ചാച്ചൻ പറഞ്ഞതാ ഈ വീടിന്റെ രണ്ടാമത്തെ വിളക്ക് ഞാനാന്നാ പറഞ്ഞ. വീടിന്റെ വിളക്ക് ഞാനല്ലായിരുന്നോ ചാച്ച? ചാച്ചൻ എന്നാ വിളക്കിന്റെ കച്ചവടം. ഇവിടെയുള്ള വിളക്ക് അങ്ങോട്ട് വന്നിട്ട് അതിനകത്ത് തിരി വെച്ച് കത്തിക്കാൻ പറഞ്ഞ പാടെ എനിക്ക് മാത്രം അറിയാവുള്ളൂ. എന്നെ ഇവിടുന്ന് കെട്ടിച്ചു വിടുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഈ വീടിന്റെ വിളക്ക് പോണ കണ്ട. നിങ്ങൾ ആരെയും തള്ള ഇവിടുന്ന് കെട്ടിച്ചുട്ടെ? ആഹാ ഇവിടെ 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 കുരുമുളക് പറിക്കാൻ പറഞ്ഞ അണ്ണാച്ചിയുടെ കൂടെ ഒരു റാന്തൽ വിളക്ക് പോയിട്ട് ഇറങ്ങിപ്പോയ തള്ളയത് അണ്ട് ഇപ്പൊ വന്നിട്ട് പറയാ കല്യാണം കഴിക്കാൻ വേണ്ടി മക്കളെ ഇത് കണ്ടാണ് ഞാൻ പറയട്ടെ മറിഞ്ഞൂടെ നിങ്ങൾ ഒറ്റ ഒരുത്തി കേട്ടോ അതിന്റെ കാരണം. പോഷകാഹാരം കൊടുത്ത് പെമ്പിള്ളേരെ വളർത്തും. മനുഷ്യന് എനിക്ക് മുഖം ഞാന്ന് കണ്ടോട്ടെ. ഞാൻ മുഖം കണ്ടേ. എന്ത് വൃത്തിയോടെ അതിന് മുകളിൽ
ആൾക്കാർ വെള്ളം അടിച്ച സ്നേഹം കൊണ്ട് കാണിക്കണേന്ന് പോട്ടെ ഇച്ചേരം കണ്ടിട്ട് മാറിക്കോളൂ അത് ആ ചേട്ടൻ വിട്ടേക്ക് എന്തോരം നേരം പിടിച്ചിരുന്നു മാറ് ബാണം കിട്ടാൻ എടുത്തോളൂ അളിയന്റെ ഫോൺ ഫോൺ പിന്നാളിയാ അല്ലെന്ന് അവൻ ആ പിള്ളേർക്ക് ഭക്ഷണം വാങ്ങിക്കാൻ പോയവനെത്തി അവനെന്ത് ചെയ്യുന്നത് ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടല്ലോ ദൈവമേ ഈ പെണ്ണുങ്ങൾ എന്തിനാ ആരെങ്കിലും വരുമ്പോ ഇങ്ങനെ എടുത്ത് കരയണേ അത് പണ്ട് പോലെ മരണ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ ഒരു ഓളത്തിലൊരു കരച്ചിലുണ്ടാ കളിയും വിട്ടൊക്കെ അതാ ദൈവം ഞാനാണ് ഹാർമോണിയത്തെ കയറി ചവിട്ടിയ പോലെ ബ്രെഡും പഴവും കൊണ്ട് വെച്ചിട്ടുണ്ട്. ജീവനില്ലാത്ത ആൾക്ക് എന്തിനാ ബ്രെഡും പണവും എന്റെ പൊന്നോ അതല്ലത് പെണ്ണുങ്ങൾക്കേ അല്ലയാ പെണ്ണോക്കോ ആ കേൾക്കണമേ അതെ ബ്രെഡും പഴവും ഇരിപ്പുണ്ട് കഴിക്കാം വേണ്ട ചായ എന്തൊക്കെ വേണ്ട കഴിക്കാൻ വേണ്ടി പറഞ്ഞത് പള്ളിയിൽ നിന്നെ വന്ന ഹലോ അവർ പുകഴ്ത്തുകയും നീ എന്നടാ പറഞ്ഞത് കൊണ്ടെന്നാൽ ഇവിടെ ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞ് ആൾക്കാർ ഇവിടെ വന്നു പോയി എല്ലാവരും തീർന്നു ഇവിടെ ഞങ്ങൾ വെച്ചോണ്ട് കാത്തിരിക്കുമോ നിനക്ക് വേണ്ടിട്ട് അളിയനോടൊക്കെ ചോദിച്ചു നോക്കിയാ അളിയനോട് പറഞ്ഞു ഈ പുള്ളി നാണം കെട്ടൻ ഹലോ എഴുതിട്ടോ എങ്ങനെ 4 ദിവസം കഴിഞ്ഞാൽ വരുവാണെന്നോ ആ 4 ദിവസം കഴിഞ്ഞാൽ ഇനി ശവാളൊക്കെ ഉണ്ടാവുള്ളൂ അതന്നെ അവന് ലീവ് കിട്ടിയിട്ടില്ലെന്ന് ദൈവമേ 4 ദിവസം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പണിയും പേരെയും കളിച്ചിട്ട് ഈ 4 ദിവസം ഇതിനു വേണ്ടി കാത്തിരിക്കാൻ നടക്കണ കേസാണത് 4 ദിവസോ ആ. പിന്നെ ദേ, ചായ നാളെ മുതൽ ഞാൻ ജോലിക്കോ അല്ലെങ്കിൽ എന്റെ പണി പോകും പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ എന്തേനെ ഇവിടെയും കണ്ടുണ്ടായിരുന്നു ഇവന്മാരിനെ എവിടെ പോയി എടാ റോയേ ചായ എനിക്ക് തൊഴിലുറപ്പിന്റെ ഒരു മീറ്റിംഗ് വേണം ഇതിലേക്ക് പൈസ കിട്ടത്തില്ല ഞാനൊന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ എന്ത് കൈ വലിപ്പിടിക്കല ജോയുടെ പെണ്ണിപ്പോഴും അവിടെ ഉണ്ടാടാ ആ അവിടെ ഉണ്ട് ഞാനൊന്ന് പോയി കണ്ടേച്ചും വരെ അവിടെ പട്ടിനെ അയച്ചു വിട്ടിട്ടുണ്ടോ സൂക്ഷിച്ചു ചായ ചായ അപ്പുറത്തെ ചേച്ചി കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടിറങ്ങി പോയി കഞ്ഞി കുടിക്കാൻ നോക്ക് ഇപ്പൊ എന്നാ ചെയ്യുന്നത് അവന് 4 ദിവസം അത് 4 ദിവസം ഇതുപോലത്തെ കഞ്ഞളിയന്മാരെ വേറെ ഇറങ്ങിട്ട് എനിക്ക് മാത്രമേ ഇതുപോലെ ഇതൊക്കെ ആഘോഷം നമ്മൾ സന്തോഷമായിട്ട് വേണം ചുമ്മാ ഇരുന്നോണ്ട് ഇവിടെ കണ്ട് എന്നാ ഉണ്ടാക്കി നിങ്ങൾ വെള്ളം അടിച്ച് കിടന്ന് അലമ്പട്ടാക്കരുത് കേട്ടോ ഞങ്ങളുടെ അപ്പനെ മൊത്തം കിടക്കണത് ഞാൻ വെള്ളം അടിച്ചോളാം ഞാൻ വെള്ളം അടിക്കാം എൻ്റെ അപ്പൻ്റെ അടുത്ത് ഞാൻ വെള്ളം അടിക്കും പിന്നെ അപ്പനാ അപ്പൻ എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ കുഞ്ഞപ്പൻ ചെല്ലപ്പൻ ഇതെന്നാ പോക്കത്താണ് കാണിച്ച ഇതെന്താ തന്നെ പരിപാടി കാണിച്ച കണക്കണ്ടേ എന്നാ തണക്കണ്ടത് കാശ് കൊടുത്തതാണ് ഞങ്ങൾ അപ്പം അകത്ത് കിടക്കണത് ഫ്രീസറിന്റെ അടുത്ത് അതിനാ ഈ ഫ്രീസറിന്റെ അടുത്ത് മാറാതെ നടക്കണല്ലേ അതുകൊണ്ട് നമ്മൾ മൂത്ത ഏട്ടൻ ഇവിടെ ഉണ്ട് എന്നാടാ പിടിച്ചത് പിടിച്ചത് ആവശ്യത്തെ പരിപാടി ഇല്ല കേട്ടോ നിങ്ങൾ മാത്രം വെള്ളം അടിച്ച് സൂചിച്ചങ്ങ് നടക്കുക ആ നിങ്ങൾ അടിക്കാൻ കുഴപ്പമില്ല ഒരു കാര്യം ഞാൻ പറയാം രണ്ടുപേരും വീതം വെച്ച് അടിച്ചോളണം വീതം വെച്ച് ഓക്കെ എനിക്ക് ഒട്ടും വീതം വേണ്ട ഒരു വീതം എനിക്ക് വേണ്ട നിങ്ങൾ തന്നെ വീതം എടുത്തോ ആഹാ നിങ്ങൾക്ക് വീതം വേണ്ടായിരിക്കും പിള്ളേര് രണ്ടാം വളർന്നു വന്നതേ അച്ചായ പാരമ്പര്യ സ്വത്താണ് പെമ്മക്കും അവകാശം ഉണ്ട് എനിക്ക് എന്റെ വീതം കിട്ടിയേ പറ്റൂ അവർക്ക് വീതം കൊടുക്കാം നീ വീതം എടുത്തിട്ട് ബാക്കിങ് ഇതാ എന്റെ വീതം ഇതെന്താ കൊടുത്തു അച്ചായ? ബിയറാടി ഇത് ബിയറാണ് പൊറയുണ്ട് ചാച്ചാ വാ, വന്ന്. ഒരു കാര്യമുണ്ടോ ഞാനേ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കേസ് കിട്ടണം ദർശന സുഭഗം ഇത് മാറ്റി ഒരു പൈൻ്റ് കൊണ്ട് തരാവടാ ബഹളം എന്നാ സംഭവം അളിയാ എന്റെ നെഞ്ചത്ത് പൂച്ചട്ടി വെച്ചിട്ട് പോയേ അധിക ഒന്നും മാറടിയ ദൈവമേ എന്ത് നാണക്കട ഇനി ആൾക്കാർ വന്നിട്ട് കേട്ടോ ആൾക്കാർ ഇനി വരാൻ ആൾക്കാർ ഇനി വരുമൊന്നുമില്ല 4-5 ദിവസം കഴിഞ്ഞിട്ട് ഈ പഴയ സാധനം കാണാൻ വേണ്ടി ഇനി ആൾക്കാർ ഇനി വരുമല്ലേ ഇനി ആൾക്കാർ വരില്ലേ എന്റെ അളിയൻ താർക്കളിയാ അളിയാ പാട്ട് ഈ അപ്പൻ എന്നെ കണ്ടതല്ലോ ഷാപ്പിൽ വെച്ച് പാട്ട് പാടിയപ്പോഴാണ് എന്നെ കണ്ടത് അപ്പൻ എനിക്കറിയാം അറിയാമോ ഷാപ്പിൽ വെച്ച് ഇവന്റെ വെള്ളോടി കളിയും ചേട്ടൻ കൂടുക്കില്ലല്ലോ പറയട്ടെ അവൻ എന്താ പറയണെന്ന് അറിയട്ടെ ഓ, പോടായി. എന്നെ അപ്പം കണ്ട ഷാപ്പിൽ വെച്ച് ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പാട്ട് അവിടെ വൈറലായതാ വയറിലായിരുന്നു ആ ഞാൻ പാട്ട് പാടിയപ്പോൾ അപ്പം കള്ള് മേടിച്ചു തന്നു അതിൻ്റെ വൈറലായി അങ്ങനെ കുറേ വൈറൽ എനിക്ക് മേടിച്ചു തന്ന പുള്ളിക്കാരനാ
അങ്ങനെ എൻ്റെ വായിട്ട് വൈറലായി. ഇപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ തോളത്ത് ചോദിച്ചു, നീ എൻ്റെ ഇളയ മോളെ കെട്ടാവോടാ എന്നൊരു ചോദ്യം. അവളെ ഞാൻ കെട്ടി. പിറ്റ വർഷം അവൾ വൈറലായി. വൈറലായിരുന്നു. 2 എണ്ണം നേരത്തെയായിരുന്നു വൈറലായി. അങ്ങനെയുള്ള സംഭവമാണ്. അന്ന് ഞാൻ പാട്ട് പാടി. ഇവിടെ ഈ കലാപരമായിട്ട് ഒരു കഴിവില്ലാത്ത ഈ തെണ്ടി ഈ കുഞ്ഞളിനൊക്കെ അങ്ങനെ പറയില്ല. അവനൊക്കെ അച്ഛൻ്റെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് ഇനി ഒരു തോന്നലുമില്ല. അവനൊന്നൊരു ബ്രേക്ക് ഡാൻസ് കളിക്കുന്നു. അവനിങ്ങനെ കൈയിട്ടൊരു സാധനമല്ലേ. അങ്ങനെയാണ് സഹകരിച്ചാണ്. പിന്നെ ഇങ്ങനെയുള്ള സാധനത്തെ പിന്നെ ഈ ഇതില്ലേ ഈ നിലത്തോടെ ഇങ്ങനെ തെന്നിപ്പോകുന്ന പരിപാടി. അത് ചേട്ടായി പറഞ്ഞ ഈ മൂന്നാക്കിന്റെ കാര്യമല്ലേ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ പുഴുവടിക്കും. പുളുവടിക്കുന്ന എനിക്കറിയാം. കാര്യം മുഴുവൻ പറഞ്ഞപ്പോ പുഴുവടി തന്നെ പുഴുവടിക്കുന്നു. പുഴുവോ? ചേട്ടായി ചുമ്മാ ആവശ്യമുള്ള കേസുകളുണ്ട്. നിലത്തോടെ ഇങ്ങനെ പോണ കാര്യമല്ല പറഞ്ഞു. അപ്പം ചത്ത് കിടക്കുമ്പോൾ ആരും ചെയ്യുമ്പോൾ അത്ര എനിക്ക് പക്ഷെ വിശ്വാസം പറ്റില്ല അവൻ എന്തെങ്കിലും അടിക്കുമെന്നുള്ളത്. പിന്നെ അതെല്ലാം ഞാൻ ഈ കളിക്കുന്നതാണ് ഇതൊക്കെയാണ് ഇതൊക്കെ മുട്ടിന്റെ ചേട്ട പിടിച്ച് കളയാണ്ട് ഇവിടെ ഒരു സാധനം കളിക്കില്ല. അല്ല അത് കളിക്കും. ഇല്ലല്ലേ നീ ചേട്ടൻ പറഞ്ഞപ്പോഴല്ലോ മരിച്ച വീടാണ്ട് അവൻ അല്ലെങ്കിൽ പിന്നെ മരിച്ച വീട്. ഞാൻ മറ്റേ ചാച്ചൻ മരിച്ചു പിന്നെ മനസ്സിലായുള്ള സംഭവമാണ്. എന്നാലും ഈ പാട്ടെന്ന് വെച്ച് പാട്ടെന്ന് വെച്ച് എന്നാ അത് കാണണമല്ലോ. എന്നാ വിഷമിക്കണ്ട, നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കും. നേരത്തെ 50 വയസ്സായി. ഒരു മാസോടെ കഴിഞ്ഞാൽ 100 വയസ്സാവും. അതാണോ നേരത്തെ? ഞാൻ എന്റെ സുഖത്തിനെ അങ്ങ് പറഞ്ഞു പോയതാ. സുഖത്തിനാ ഇത്? നിനക്ക് സൂഹിക്കാൻ വേണ്ടി ഇത് ഗോവയല്ല, അത് ചത്ത വീടാട്ടണം. അങ്ങോട്ട് അതെ, നമുക്ക് പള്ളിയിൽ ചെന്ന് പറഞ്ഞ അച്ഛനോട് സംസാരിച്ചാൽ ചിലപ്പോ ഏരിയാസിനെ കണ്ട് പറയാം. ഏരിയാസിനെ വിളിച്ചായിരുന്നോ? ഏരിയാസിനൊന്നും വിളിക്കേണ്ട കാര്യം. അങ്ങനെ അവന്റെ അച്ഛൻ മരിച്ചപ്പോ നമ്മൾ വിളിച്ചായിരുന്നു. വിളിക്കണം. ശരി. മര്യാദക്ക് കരയാണെങ്കിൽ കറക്റ്റ് ടൈമിങ് ഇട്ട് കരയാൽ അവർക്ക് പിടിക്കാൻ പറ്റണ്ടത്. ഒരു ഞൊട്ടിട്ടിട്ട് കരഞ്ഞു നോക്കി അവർ പിടിച്ചോളൂ. ചെയ്യുമ്പോഴൊന്നും ഇല്ലല്ലോ, ആൾക്കാർക്ക് പുറത്തിരിപ്പുണ്ട് കേട്ടോ. കരണ കേട്ടില്ലേ? നീനാ കരയിക്കുന്ന യന്ത്രോ? പള്ളിയിൽ നിന്ന് അച്ഛൻ വിളിക്കണ്ടല്ലോ. ടൈറ്റിലോ? അച്ഛാ, അത് ഞങ്ങളിവിടെ വീട്ടിലുണ്ട് അച്ഛാ. 2 ദിവസം അത് ജോർജ് കുട്ടി വന്നില്ല. ജോർജ് കുട്ടി വന്നില്ല. അച്ഛാ പറ, കോടതി എന്നാ പറഞ്ഞേ? ചേട്ടാ, കോടതി വിധി വന്നു. എന്നാ പറഞ്ഞേ? പള്ളി സിമിത്തേരിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോ എന്നാ ചെയ്യും? പള്ളിയും പട്ടക്ക സിമിത്തേരിയൊക്കെ നമുക്ക് പോയി. ഇനി അടക്കൂല. അടക്കണ്ട നമുക്ക്. അപ്പനെ അടക്കലും നടക്കൂലെന്ന്. നീ ബോഡിയും വെച്ചോണ്ട് എത്ര ഇരിക്കണം? നീ വേഷം കെട്ടാ പോയി. വേഷം കെട്ടാ പൊക്ക്. നിന്റെ അച്ഛൻ മരിക്കുമ്പോൾ അവിടെ പോയി കരഞ്ഞാൽ മതി. കരയിപ്പിക്കാൻ എങ്ങനെ അടക്കൂന്ന് പറഞ്ഞ് ഞങ്ങൾ ടെൻഷൻ അടിച്ചു. ടെൻഷൻ അടിക്കേണ്ട കാര്യം ഞാനൊരു ഉപായം പറയാം. നമ്മുടെ അപ്പൻ ഈ കിടക്കണ സാധനം ഇതൊരു സ്ഥലം മേടിച്ച് കഷ്ടപ്പെട്ട് മേടിച്ചിട്ടാക്കണേ.
അവിടെ ആ സ്ഥലത്ത് കുഴിച്ചിടണം. എപ്പോഴും പള്ളിയും ദേവാലയം എന്നൊക്കെ പറഞ്ഞ ഒരു അന്തരീക്ഷം വേണ്ടേ? ഛേ, എന്റെ അളിയ നമ്മളെല്ലാവരും കൂടി സ്നേഹിച്ച് ഒന്നായിട്ട് താമസിക്കുമ്പോ ഇതൊരു ദേവാലയല്ലേ? അത് ശരിയാണ്. അല്ല, ഇതാരേ കിടക്കണാരാ? ഇത് ഞങ്ങളുടെ അപ്പൻ. നിങ്ങളുടെ അപ്പനാണോ? നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ ദൈവമല്ലേ? ഈ ദേവാലയത്തിലെ ദൈവമാണോ ഇത്? അപ്പൊ ഇതൊരു പള്ളി ആയില്ലേ? ഇതിന് ചുറ്റും കിടക്കുന്ന പള്ളിപ്പറമ്പല്ലേ? ഈ പള്ളിപ്പറമ്പിൽ നമുക്ക് ഈ പുള്ളിനെ കുച്ചിട്ടാണ് കുഴപ്പം? നമ്മുടെ ചാച്ചനെ നമ്മുടെ ദൈവത്തിന് വെള്ളം അടിക്കെങ്കിലും വെളിവുണ്ട്. ചിന്തിക്കാവുന്ന കേസാ. നമ്മളിപ്പോ പള്ളിയില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും. സ്ഥലമുണ്ട് അവിടെ കുഴിച്ച് അടക്കം ചെയ്യാം. അല്ല നീ വന്നേ നമുക്ക് ഇതുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ചേട്ടയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ്. ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. അളിയൻ നമ്മളെല്ലാം തീരുമാനം എടുത്ത എന്നറിയോ? ചേട്ടായി ആണ് വലിയ ചേട്ടായി. അപ്പൊ ചേട്ടായിക്ക് വീതം കിട്ടിയ പറമ്പിൽ അങ്ങ് അടക്കാം. അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. അത് പള്ളി പറഞ്ഞാൽ മതി. പള്ളി അടച്ചു. അല്ല പള്ളി ഇല്ലല്ലോ, പള്ളി കഴിഞ്ഞു പോയില്ലേ? എന്നൊരു കാര്യം നമുക്ക് ഒരു പെങ്ങളല്ലേ ഉള്ളൂ. ആ പെങ്ങളെ വീതത്തിലും കിടക്കാം. അത് മതി, അത് മതി. അത് അവളെ കുഴിച്ചിടാൻ പിടിച്ചാണ്. എന്നെ കുഴിച്ചിടാൻ. പിന്നെ ഇറ്റലിക്ക് എങ്ങാനും അത് വേണ്ട. അത് തറവാടിപ്പോ നോക്കുന്ന ആരാ? തറവാട് നോക്കുന്ന ഇച്ചായ, ഇച്ചായ, ഇച്ചായ. കൊച്ചു ദൈവം. അയ്യോ, അത് പറ്റൊന്നുമില്ല, അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. അതെങ്ങനെ പറ്റാതിരിക്കും? അപ്പച്ചന് ഭയങ്കര ഇഷ്ടമുള്ള മോനും കൂടെ. ഒന്ന് നിർത്തടാവേ. ഇതാരേ? ആ, നല്ല എടാ നിന്റെയൊക്കെ ഈ സ്വഭാവം അറിയാവുന്നോണ്ടേ എന്റെ അങ്ങേരുടെ പേര് 10 സെന്റ് ആധാരം ആക്കിയിട്ടാ ഈ ചത്ത് കിടക്കുന്നത്. അങ്ങേരുടെ 10 സെന്റ് അങ്ങനെ അടക്കിയാ മതി. അപ്പൊ ഇനിയും 10 സെന്റ് സ്ഥലം ഈ പുള്ളിന്റെ പേരിലുണ്ടോ? ആ ഉണ്ട്. എന്നെ കാണാൻ വന്നപ്പോ എന്റെ ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു ആധാരം കാണുന്നുണ്ട്. ശരി, അതെവിടെയാ? അതിവിടെ പെരക്കാത്ത കാണൂടാ. Jokers.